Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلن تغني عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ചില അടിക്കുറിപ്പുകൾ നമ്മെയൊക്കെ വല്ലാതെ ചിന്തിപ്പിക്കുകയും ഒരുപാട് ആശയങ്ങൾ തരുന്നതുമാണ്. ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷം ഒരു പള്ളിയിൽ ജമാഅത്തിന് നമസ്കരിക്കുന്ന ആളുകളുടെ ഫോട്ടോയും അവിടെ ഇമാമും ഒരു 3 ആളുകൾ മഅ്മൂമായി നമസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിലൊരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അറബിയിൽ. ദഹബൽ ളുയൂഫു വ ബഖിയൽ അഹ്ലൂൻ. അതിഥികളെല്ലാം പോയി, വീട്ടുകാർ കുടുംബക്കാർ മാത്രം ബാക്കിയായി. വളരെ ചിന്തനീയമായൊരു അടിക്കുറിപ്പാണത്. നമ്മുടെയൊക്കെ പല പള്ളികളുടെയും അവസ്ഥയാണ് അടിക്കുറിപ്പിൽ കാണിക്കുന്നത്. റമളാനിലുണ്ടായ തിരക്കും ആ താല്പര്യവുമെല്ലാം പല സ്ഥലത്തെയും പള്ളികളുടെ ജമാഅത്ത് നമസ്കാരം നോക്കുമ്പോൾ ഇത് വളരെ സത്യമാണെന്ന് ബോധ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി, പരിശുദ്ധ റമളാൻ ഏതൊരു മനുഷ്യരെയും മാറ്റാൻ സാധ്യമാണ് എന്ന് ഈ ഇരിക്കുന്ന നമ്മയെല്ലാം ബോധ്യപ്പെടുത്തിയതാണ് പരിശുദ്ധ റമളാൻ. നമുക്കൊക്കെ അനുവദനീയമായിരുന്ന പലതും നമ്മൾ പരിശുദ്ധ റമളാനിൻ്റെ പകലുകളിൽ മാറ്റിവെച്ചിരുന്നു. ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ചുമരുകളിൽ
പല മതസ്ഥരുടെയും വ്യത്യസ്തമായ മഹൽ വചനങ്ങൾ അവിടെ എഴുതി തൂക്കിയിട്ടുണ്ട്. അതിൽ പരിശുദ്ധ ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്ത് റഅദിലെ 11-ാമത്തെ വചനവും അവിടെ എഴുതിയിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. വളരെ ശ്രദ്ധേയമായൊരു വചനമാണ്. ഏതൊരാൾക്കും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ആ സ്വയം വ്യക്തി തീരുമാനിക്കണം. ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കണം. അങ്ങനെ ആ സ്വയം വ്യക്തി ആഗ്രഹിക്കാത്ത കാലമത്രയും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ, ഒരു ജനതയെയും ഒരാളെയും അല്ലാഹ് മാറ്റുകയില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന് ശേഷം വളരെ ധന്യമായി ഒരു മാസക്കാലം നോമ്പനുഷ്ഠിച്ചതിന് ശേഷം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈമാനും ഹിദായത്തും കിട്ടിയതിന് ശേഷം ഏതൊരു സമയത്തും അത് നമ്മിൽ നിന്നും കൈമോശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന, നമ്മൾ ഇടപെടുന്ന മേഖലകൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിൽ വഹ്യ് എഴുതി വച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സറഹ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. എത്രമാത്രം ഉന്നതമായൊരു പദവിയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യന് നൽകിയത്. ആകാശ ലോകത്തു നിന്നും വരുന്ന വഹ്യുകൾ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പദവിയുള്ള മനുഷ്യൻ മുർത്തദ്ദായ സംഭവം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി ലഭിച്ചും അത് അബ്ദുല്ലാഹി ഇബ്നു സറഹിനോട് എഴുതി വെക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ആ 2-3 വചനങ്ങൾ പരാമർശിക്കുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സുമ്മ ജഅൽനാഹു ഫീ ഖറാരിൻ മക്കീൻ, അതിന് ശേഷം നാം ആ ബീജത്തെ ഭദ്രമായൊരു സ്ഥാനത്ത് സൂക്ഷിക്കുകയുണ്ടായി. ഗർഭാശയത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഗർഭാശയത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെ കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ, പിന്നീട് ആ ബീജത്തുള്ളിയെ നാം ഒരു രക്തപിണ്ഡമാക്കി അലക്കത്താക്കി. സുമ്മ ജഅൽനൽ അലഖത മുദ്ഗതൻ, പിന്നീട് നാം ആ രക്തപിണ്ഡത്തെ മാംസകഷ്ണമാക്കി മാറ്റി. ഫഖലഖനൽ മുദ്ഗത ഇളാമാം, പിന്നീട് ആ മാംസത്തിലൂടെ നാം എല്ലുകൾ ഉണ്ടാക്കി. ഫകസൗനൽ ഇളാമ ലഹ്മാം, എല്ലുകളെ നാം മാംസം കൊണ്ട് ആവരണം ചെയ്തു പൊതിഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, ഈ ദുനിയാവിലേക്ക് അവൻ പിറന്നു വീഴുമ്പോൾ പരിപൂർണമായി മറ്റൊരു സൃഷ്ടിയായി, ഒരു കുറവുമില്ലാത്ത മനുഷ്യനായി നാം അവന് ജന്മം നൽകുന്നു. എന്നിട്ട് ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടാവ് അനുഗ്രഹപൂർണനാണ്. ഇതാണ് സൂറത്ത് മുഅ്മിനൂനിലെ 3 ആയത്തുകൾ, 12 മുതൽ 14 വരെയുള്ള 3 ആയത്തുകൾ. അബ്ദുല്ലാഹി ഇബ്നു സറഹ് ഈ ആയത്ത് എഴുതി വെക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഹാക്കദാ ഉൻസിലത്ത് അലയ്യ വർതാബ അബ്ദുല്ലാഹി ഇബ്നു സറഹ്, ഇതുപോലെ എനിക്കും എന്തോ ഒരു ദൈവിക ശക്തിയിൽ നിന്നും എനിക്കും ഇതേപോലെയുള്ള ആശയം ലഭിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വൈൻകാന മുഹമ്മദുൻ സ്വാദിഖൻ, ജനങ്ങളെല്ലാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുന്നുവെങ്കിൽ അബ്ദുല്ലാഹിബ്നു സറഹിനെയും ജനങ്ങൾ സത്യപ്പെടുത്തണം. കാരണം നബിക്കിറങ്ങിയതും ഒന്നാണ്, എനിക്കിറങ്ങിയതും ഒന്നാണ്. ഫഖദ് ഊഹിയ ഇലയ്യ, ഇതുപോലെ തന്നെ എനിക്കും വഹി നൽകിയിട്ടുണ്ട്. ഈ വഹി എഴുതി രേഖപ്പെടുത്തിയ അബ്ദുല്ലാഹിബ്നു സറഹ് പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുർത്തദ്ദായി എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു നല്ല സാഹചര്യത്തിലും പരിപൂർണമായി നല്ലൊരവസ്ഥയിലുള്ള മനുഷ്യനും അവന്റെ സാഹചര്യവും ചുറ്റുപാടുകൾക്കനുസരിച്ച് അവന്റെ ഈമാനും ഹിദായത്തും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വലിയൊരു സംഭവമാണ്. താബിഈങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ ഒരു ഹാഫിളിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമികമായ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്നിരുന്ന, പരിശുദ്ധ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിള് യുദ്ധം നടക്കുകയാണെങ്കിൽ അവരുടെ മുൻനിരയിൽ മുസ്ലിങ്ങൾക്ക് എല്ലാവിധ ആവേശവും നൽകിക്കൊണ്ട് അവരുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അവിടെ റോമൻ കോട്ടകൾക്ക് കാവൽ നിന്നിരുന്ന അദ്ദേഹം ഒരിക്കൽ കോട്ടയുടെ മുകളിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ആ സ്ത്രീയെ പരിചയപ്പെടുന്നുണ്ട്. ആ സ്ത്രീയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് സ്ത്രീയോട് ആവശ്യപ്പെടുന്നുണ്ട്. സ്ത്രീ പറയുന്നൊരു ഡിമാൻഡ് ഇതാണ്: എന്നെ വിവാഹം നടത്തണമെങ്കിൽ നിങ്ങളുടെ മതം മാറണം. ഇസ്ലാം മതം മാറി എൻ്റെ മതം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്യാം. ഈ മനുഷ്യൻ, പരിശുദ്ധ ഖുർആൻ പരിപൂർണമായും മനഃപ്പാഠമാക്കിയ ഈ മനുഷ്യൻ, ഇദ്ദേഹം മതം മാറുകയാണ് ഈ സ്ത്രീക്ക് വേണ്ടി. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അല്പം കാലം കഴിഞ്ഞതിന് ശേഷം മുസ്ലിങ്ങളായ പല സഹോദരന്മാരും ഇദ്ദേഹത്തെ കാണുന്നുണ്ട്. വല്ലാതെ ദയനീയമായി മാനസികമായി തളർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ച ഈ മതം തെറ്റാണെന്ന് അദ്ദേഹത്തിന്റെ ബോധ്യമുണ്ട്. പക്ഷേ പല പ്രശ്നങ്ങളും കാരണത്താൽ ആ മതം ഒഴിവാക്കി പോരാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ എത്രമാത്രം മാനസികമായ തിടുക്കമായിരിക്കും. മുസ്ലിങ്ങളായ സഹോദരന്മാർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അള്ളാഹുവിന്റെ കലാം പരിപൂർണമായും മനഃപ്പാഠമാക്കിയ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ആവർത്തിച്ചു വരുന്ന പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായത്തിലെ 2-ാമത്തെ ആയത്താണ് സൂറത്ത് ഹിജ്ർ. സൂറത്ത് ഹിജ്റിൽ ഒരു ആയത്ത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. റുബമാം യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അവിശ്വാസിയായ, പ്രത്യേകിച്ചും മുസ്ലിമായ ഒരു മനുഷ്യൻ അവിശ്വാസിയായി കാഫിറായ ഒരു മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ്: ഞാൻ മുസ്ലിമായിരുന്നുവെങ്കിൽ. പക്ഷെ എനിക്ക് മുസ്ലിം ആവാൻ കഴിയാത്ത രൂപത്തിലുള്ള സാഹചര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 2 സംഭവം ഞാൻ സൂചിപ്പിച്ചത്. ഏതൊരു സമയത്തും ഞാനൊക്കെ പരിശുദ്ധ റമദാനിൽ ഉഷാറായിരുന്നു. അതുകൊണ്ട് ഇനി എനിക്ക് പേടിക്കാനില്ല, എൻ്റെ മക്കളെ ഇനി എവിടെയും കൊണ്ടുപോയി ആക്കാം എന്ന ഒരു സാഹചര്യമില്ലാതെ നമ്മൾ ഇടപെടുന്ന സന്ദർഭവും സാഹചര്യവും കൂട്ടുകെട്ടും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അറബിയിലൊരു വാക്കുണ്ട്, ഒജുബ് എന്നാണ്. ഒജുബ് എന്നാൽ ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം അറിയുകയും അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വാക്കാണ് ഒജുബ് എന്ന് പറഞ്ഞാൽ. ഞാൻ തെറ്റില്ല, ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ അമിതമായ ഒരു ബോധം, അതിനാണ് അറബിയിൽ ഒജുബ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നജ്മിൽ ഒരു വചനമുണ്ട്: ഫലാ തുസക്കൂ അൻഫുസകും ഹുവ അഅലമു ലിമനിത്തഖാ. നിങ്ങൾ ഒരാളും നിങ്ങളെക്കുറിച്ച് അമിതമായി പ്രശംസിക്കരുത്. അത് വാക്കുകൊണ്ട് പറയണമെന്നില്ല. നമ്മുടെ മനസ്സിൽ ഞാൻ തെറ്റില്ല, ഞാൻ കുറേയൊക്കെ നേടിയിട്ടുണ്ട്. ഈ റമദാൻ കഴിഞ്ഞ ശേഷം മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? ഫലാ തുസക്കൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ സ്വയമായി അമിതമായി ആത്മപ്രശംസ നടത്തരുത്. ഹുവ അഅലമു ബിമനിത്തഖാ,
ആരാണ് സൂക്ഷ്മത പാലിക്കുന്നവനെന്ന് അള്ളാഹുവിന് അവന് നന്നായി അറിയാം. നമുക്കൊക്കെ ഈ സമയത്തുണ്ടാവേണ്ട പ്രിയപ്പെട്ടവരെ, ഉജുബിന് എതിരായ തവാളു ആണ്, വിനയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിനുണ്ടായ വിനയം. അശറത്തുൽ മുബശ്ശിരീൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രത്യേകമായ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇന്നിന്ന സ്വഹാബികൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ അശറത്തുൽ മുബശ്ശിരീനുണ്ടായ ആ വിനയമാണ് നമുക്കുണ്ടാവേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഹുദൈഫ, നമ്മുടെ കൂടെ പള്ളിയിൽ ഇന്നിന്ന ആളുകൾ വരുന്നുണ്ടെങ്കിലും, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നിന്ന ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും, ഇന്നിന്ന ആളുകളെല്ലാം മുനാഫിക്കീങ്ങളാണ്. അവർ ബാഹ്യമായി എന്തെല്ലാമോ നേടാൻ വേണ്ടിയാണ് നമ്മുടെ കൂട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇന്നിന്ന ആളുകൾ മുനാഫിക്കാണ് എന്നുള്ള ലിസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് നൽകിയിരുന്നു. ഈ വിവരം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിയുന്നുണ്ട്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പല പ്രാവശ്യവും ചെന്ന് ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി ഫിൽ മുനാഫിക്കീൻ. ഹുദൈഫ, എന്റെ പേര് അള്ളാഹുവിന്റെ പ്രവാചകൻ മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഇന്നിന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ പേരുണ്ടോ ഹുദൈഫ എന്ന് ചോദിക്കുമ്പോൾ ഹുദൈഫ അതിന് മറുപടി പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമറും ഫിൽ ജന്ന, വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. അള്ളാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അദ്ദേഹം ഹിജ്റക്ക് പോകുന്നുണ്ട്. ഹിജ്റക്ക് പോകുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു വാക്കുണ്ട്, പരസ്യമായി പറയുന്നുണ്ട്. ആളുകൾക്ക് പരസ്യമായി ഹിജ്റക്ക് പോവാൻ മടിക്കുന്ന സമയത്ത് ഇതാ ഉമർ ഹിജ്റക്ക് പോവുകയാണ്. ഏതെങ്കിലും ഒരു മക്കൾക്ക് പിതാവ് നഷ്ടപ്പെടും, തന്റെ മക്കൾ യതീമാകുമെന്ന് പേടിയുള്ളാത്തവൻ ഇതാ ഈ താഴ്വരയിലേക്ക് ഇറങ്ങുവൻ ഉമർ ഹിജ്റക്ക് പോവുകയാണ്. ഏതെങ്കിലും തന്റെ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട് ഭർത്താവ് വിധവയാകുമെന്ന് പേടിയില്ലാത്തവൻ ഇതാ താഴ്വരയിലേക്ക് ഇറങ്ങിക്കൊള്ളുവൻ ഉമറും ഹിജ്റക്ക് പോവുകയാണ്. അത്രമാത്രം ഇസ്ലാമിന് കരുത്തു നൽകിയ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നത്, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി ഫിൽ മുനാഫിക്കീൻ. ഹുദൈഫ, എന്റെ പേര് മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് എഴുതിയപ്പോൾ എന്റെ പേര് അതിലുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒറ്റ മറുപടി ഇല്ല. ഉമറേ, നിന്റെ പേരില്ല. എന്നിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, ഫലാ ഉസക്കി ബഅദക അഹദൻ. നീ ഒരാളോടും ഇത് പറയരുതേ. ഇതാ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ മുനാഫിക്കീങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഹുദൈഫയുടെ അടുത്ത് ചെന്നാൽ അറിയുമെന്ന് നീ ഒരാളോടും ഞാൻ ഒരാളോടും ഈ വിവരം പറയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാവേണ്ടത് സലഫുസ്സാലിഹീങ്ങളുടെ, താബിഈങ്ങളുടെ, സ്വഹാബത്തിനുണ്ടായ വിനയമാണ്. കൂടുതൽ പ്രവർത്തിക്കുവാനും അവസാനം വരെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അതെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുട്ടികളുടെ സ്കൂളുകൾ അടച്ച് വേനലവധിയിലാണ്. ഈ സമയത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട
വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം. നമ്മുടെയൊക്കെ മക്കൾ വളരുന്ന സാഹചര്യം വളരെ ബീഭത്സമാണ്, വളരെ ഭീകരമാണ്. അതുകൊണ്ട് കുട്ടികളുടെ ഗ്യാങ്ങുകൾ, സാധാരണ ഗ്യാങ് എന്ന് ഉപയോഗിക്കാറുള്ളത് നല്ല കൂട്ടുകെട്ടിനല്ല, മോശപ്പെട്ട കൂട്ടുകെട്ടുള്ള ഗ്യാങ്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അവർ പറയുന്നത് നമ്മെപ്പോലെയല്ല, അവരുടെ കൂട്ടുകാരെന്നല്ല, ചങ്കുകളെന്നാണ് പറയാം. അവരുടെ ചങ്കുകൾ, അവരുടെ സ്വന്തം ചങ്കുകൾക്ക് വേണ്ടി സ്വന്തം ചങ്കുപോലും കൊടുക്കാൻ തയ്യാറായ നമ്മുടെ മക്കളെപ്പറ്റി കാര്യമായി ചിന്തിക്കണം നമ്മൾ. ഈ ചങ്കുകൾക്ക് വേണ്ടി എന്തും അവർ ചെയ്യാൻ റെഡിയാണ്. നമ്മളൊക്കെ ചുറ്റുഭാഗത്ത് നമ്മൾ കേൾക്കുന്ന അറിയുന്ന വാർത്തകൾ നമ്മൾ അറിയുന്ന അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് നമുക്കറിയാം, പരിഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഈ ന്യൂജൻ പുതിയ തലമുറ വളർന്നു വരുന്ന സാഹചര്യം വളരെ മോശമാണെന്ന് എല്ലാവർക്കും അത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അങ്ങാടി സംസ്കാരമാണ്. ഇന്നത്തെ ഒരു പ്രവണതയാണ്, വെളിച്ചമില്ലാത്ത, ആൾത്തിരക്കില്ലാത്ത, ആളുകളില്ലാത്ത സ്ഥലത്താണ് അധികവും ഇവർ കൂടിയിരിക്കുക. ഇടനാഴികളിൽ, അതേപോലെ തന്നെ ഒഴിഞ്ഞ വീടുകളിൽ, ആളുകളില്ലാത്ത ബസ് സ്റ്റോപ്പുകളിൽ, അങ്ങനെയുള്ള ഈ ഒഴിഞ്ഞിരുന്ന അവർ എവിടെ ഇരിക്കുന്നു, അവർ എന്തു ചെയ്യുന്നു എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെക്കുറിച്ച് അമിതമായ ആത്മവിശ്വാസം, എൻ്റെ കുട്ടി അതൊന്നും ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തകുൻ അവ്വലു മൻ യദ്ഖുല സൂഖ വലാ ആഖിറു മൻ യഖ്റുജു മിൻഹാ. നീ അങ്ങാടിയിൽ ഒരു ദിവസം ആദ്യം അങ്ങാടിയിൽ പ്രവേശിക്കുന്ന നീ ആവരുതേ, അവസാനമായി അങ്ങാടിയിൽ നിന്നും പുറത്തു പോരുന്നവൻ നീ ആവരുതേ. ഫീഹാ ബാല ശൈത്വാൻ വഫറഹ. ഈ അങ്ങാടികളിലാണ് പിശാച് മുട്ടയിട്ട് വിരിയിക്കുന്നത്. ഇതൊരു വല്ലാത്ത വാക്കാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഫഇന്നഹാ മഅറകതു ശൈത്വാൻ. അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പടനിലമാണ്. അത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയുണ്ടാവണം. എന്ന് പറഞ്ഞാൽ അങ്ങാടി മാത്രമല്ല, കുട്ടികൾ എവിടെ ഇരിക്കുന്നു, അവരുടെ ഗ്യാങ് ഏതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ, ഒരു കുട്ടി അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ആരുമായി കൂട്ടുചേരുന്നു, അവൻ്റെ ചങ്ക് ആരാണ് എന്ന് പരിശോധിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത്തത് സ്ക്രീൻ നിയന്ത്രണമാണ്. കുട്ടികൾ അതാരോടും പറയേണ്ടതില്ല. ഏതൊരാളും പറയുന്നത് സംസാരിക്കുമ്പോൾ ഇനി 2 മാസം കഴിഞ്ഞ് കിട്ടണം. അതുകൊണ്ട് മൊബൈൽ ഫോൺ സ്ക്രീന് ഇത് നിയന്ത്രണം, അതിന് സമയം കൃത്യമായി നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ വലിയ ദൂരവ്യാപകമായ അപകടമുണ്ടാകും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേകമായി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ, ചെറിയ മക്കളുടെ സുരക്ഷിതത്വത്തിന് ഭീതിയാണ്, അത് അപകടമാണ്. അതുകൊണ്ടാണ് പല ലോകരാജ്യങ്ങളും, ഓസ്ട്രേലിയ പോലെയുള്ള പല രാജ്യങ്ങളും ഇന്ന് ചിന്തിക്കുന്നത് 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിരോധിക്കാൻ പോയി അവർ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. അതേപോലെ തന്നെ ഈ പ്രായം ഇതൊന്നും ചെയ്യാതെ കുട്ടികളെ പുറത്തിറക്കിയാതെ അവരെ അലസന്മാരായും മടിയന്മാരാക്കാനും കഴിയില്ല. ക്രിയാത്മകമായ ബദലുകൾ. ഈ കുട്ടികൾ ഇതിന് പകരം എന്തു ചെയ്യണം? അവർക്ക് ഒരു കുട്ടി 24 മണിക്കൂറും വായിക്കൊന്നുമില്ല, കുറച്ച് സമയം വായിക്കാനുള്ള സമയം, അതിന് പറ്റിയ പുസ്തകങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഉപകാരപ്രദമായ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ, അതേപോലെ തന്നെ കളിക്കാനുള്ള ഇടങ്ങൾ. ഈ സ്ക്രീനിലും മൊബൈൽ ഫോണിലും കാണുന്നതിന് പകരം അവർക്ക് കളിക്കാനുള്ള ഇടങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കും. ഇതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർക്ക് മാതൃകയാവണമെന്നാണ്. ഉപ്പയും ഉമ്മയും
ഈ മൊബൈൽ ഫോണും സ്ക്രീനും കാണുന്ന ഒരു വാപ്പയും ഉമ്മയുമാണെങ്കിൽ ഒരിക്കലും ആ വാപ്പാക്ക് ആ ഉമ്മാക്ക് കുട്ടിയോട് ഉപദേശിക്കാൻ അർഹതയില്ല. ഏത് വിഷയത്തിലും പള്ളിയിൽ പോവാത്ത, ജമാഅത്തിന് പോവാത്ത ഒരു ഉപ്പയാണെങ്കിൽ ആ ഉപ്പക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനോട് മോനെ ബാങ്ക് കൊടുത്തു എന്ന് പറയാൻ ആ ഉപ്പാക്ക് യോഗ്യതയില്ല. അപ്പൊ യോഗ്യത നേടുക എന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി പ്രത്യേകം അവരുടെ പ്രായമനുസരിച്ച് അവർ അതിൽ കളിയും തമാശയുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മതപഠന ക്ലാസ്സുകളുണ്ട്. അത്തരം ക്ലാസ്സുകൾ നടത്തുമ്പോൾ നിർബന്ധമായും നമ്മുടെ കുട്ടികളുടെ ലെവൽ അനുസരിച്ചുള്ള ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. അവസാനമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കൊക്കെ അറിയുന്നത് പോലെ അടുത്ത വ്യാഴാഴ്ച ഏപ്രിൽ 9 നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് വ്യക്തിപരമായി, സാമൂഹ്യമായി, മതപരമായി ഒരുപാട് അവകാശങ്ങൾ നേടാൻ നമുക്ക് സാധ്യമാവുന്നത് ഈ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ക്രിയാത്മകമായ രാഷ്ട്രീയം, ക്രിയാത്മകമായ ഇടപെടൽ നമ്മൾ ആലോചിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഒരിക്കലും അരാഷ്ട്രീയ രാഷ്ട്രീയം, ഞാൻ ഒന്നിലുമില്ല, അരാഷ്ട്രീയവാദം, എനിക്കൊന്നുമില്ലേ എന്നുള്ളത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ അവിശുദ്ധമായ രാഷ്ട്രീയം, മതമില്ലാത്ത, മതത്തെയെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയം, ഇതൊന്നും നമുക്ക് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായി ഇത് വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ ഇടപെടുമ്പോൾ കാര്യമായും രാഷ്ട്രീയത്തിലാവുമ്പോൾ എന്തുമാവാം, ആരെക്കുറിച്ചും എന്തും പറയാം, എങ്ങനെയും പരിഹസിക്കാം എന്നൊരു നിലപാട് വിശ്വാസികളായി നമുക്കില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്യന്റെ ദുനിയാവിന് വേണ്ടി അവനവൻ്റെ പരലോകം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. ഇതെല്ലാം ശ്രദ്ധിച്ച് നമ്മളെല്ലാം നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഈ രംഗത്ത് ചെയ്യുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ലതായ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും നമുക്കറിയുന്നത് പോലെ നമ്മുടെ ഈ പള്ളിയുടെ ദൈനംദിന ചിലവ് നമ്മളൊക്കെ നൽകുന്നതാണ്. നമ്മളൊക്കെ ഓരോ ആഴ്ചയും നൽകുന്ന സംഭാവനകളാണ് ഈ സ്ഥാപനത്തിൻ്റെ, ഈ പള്ളിയുടെ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ പള്ളിയുടെ ഇതിൻ്റെ ദൈനംദിന ചിലവുകൾക്ക് ഉപയോഗിക്കുന്നതും. എല്ലാവരും നമ്മുടെ ഒരു വിഹിതം നൽകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹുവോട് നമ്മൾ താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കൊക്കെ ചെറിയ മഴകൾ ലഭിച്ചു. പക്ഷേ മഴ ലഭിക്കാത്ത ഒരുപാട് സ്ഥലങ്ങൾ ശക്തമായ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത നമ്മുടെ പ്രത്യേകിച്ചും ഗൾഫിലുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് പരിപൂർണമായ സമാശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരന്മാർ, അള്ളാഹു അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തും കാരുണ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹുമുൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين آمين آمين برحمتك يا أرحم الراحمين.